എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് ഓൺലൈനായി പരിഹരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. രോഹിണി നക്ഷത്രം. കുറച്ച് ആൾക്കാർ എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്, രോഹിണി നക്ഷത്രക്കാരുടെ ശത്രുദോഷങ്ങൾ എങ്ങനെയാണ്, ഇവർക്ക് ശത്രു ആരാണ്, ഈ ശത്രുക്കളെ തിരിച്ചറിയാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ? ലളിതമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. രോഹിണി നക്ഷത്രക്കാർക്ക് നമ്മൾ ശത്രുക്കളെ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ബന്ധുക്കാരാകാം, വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരാകാം, അതേപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാകാം. അതായത് നമ്മുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് മാറി നിന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ധാരാളം ശത്രുദോഷങ്ങളുണ്ടാകും. കാരണം രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്യായത്തിന് കൂട്ടു നിൽക്കത്തില്ല. അതായത് എന്ത് അധർമ്മങ്ങൾ ആര് ചെയ്താലും മുഖം നോക്കാതെ അവർ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ട് പെട്ടെന്നുള്ള ആൾക്കാർ ശത്രുത കൂടാനിടയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ വരുന്ന ഭാവം എന്ന് വെച്ചാൽ ബന്ധുക്കാരിൽ നിന്നാണ്. ഈ ബന്ധുക്കൾ ഉള്ളിടത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം നല്ല പോലെ വരും. ബന്ധുക്കളാണ് രോഹിണി നക്ഷത്രക്കാരുടെ ശത്രുക്കൾ. എല്ലാവർക്കും അങ്ങനെയില്ല, എന്നാൽ 100-ൽ 80% രോഹിണി നക്ഷത്രക്കാർക്ക് കൂടെ ഉള്ള കൂട്ടുകാരും ബന്ധുക്കാരും പരിസരവാസികളായിരിക്കും ശത്രുത ഉള്ളത്. ഏറ്റവും കൂടുതൽ ഈ ബന്ധുക്കാർ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുവായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ നടന്നിട്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും നിന്നിട്ട് മാറി നിന്ന് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ കൂടുതലുമായിട്ട് കൂട്ടുകാരികളും അതുപോലെ തന്നെ ബന്ധുക്കാരും. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായാലും ബന്ധുക്കളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ടും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ളത്. രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ. ആർക്കും എന്തും വാരിക്കോരി കൊടുക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് നിൽക്കാൻ ഇവർക്കൊരു വിഷമമായിരിക്കും. ഒരു ഉദാഹരണത്തിന് നമുക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാരെടുത്ത് നമ്മൾ പെട്ടെന്ന് കടം ചോദിക്കുകയാണെങ്കിൽ ഇവർ ഒന്നും നോക്കാതെ ആ വ്യക്തിയെ സഹായിക്കുക. അങ്ങനെ ഒരു നല്ല മനസ്സിനും ഉടമയാണ് രോഹിണി നക്ഷത്രക്കാർ. പക്ഷേ ഇവരുടെ നല്ല മനസ്സ് ഈ ബന്ധുക്കാരും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികളും കൂട്ടുകാരും മുതലെടുക്കും. അപ്പോൾ കൂടുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ശത്രുദോഷങ്ങൾ വരാൻ വേണ്ടി, ശത്രുദോഷങ്ങളുള്ളത് ബന്ധുക്കാരിൽ നിന്നും പരിസരവാസികളിൽ നിന്നും കൂട്ടുകാരികളിൽ നിന്നാണ്. ശ്രദ്ധിക്കുക. അപ്പം നിലവിലെ രോഹിണി നക്ഷത്രക്കാരുടെ ഈ ശത്രുദോഷങ്ങൾ മാറാനും ശത്രുവിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, അതിന് നമുക്ക് എന്താണ് വഴി, അത് ചെയ്യേണ്ട വേറൊന്നുമല്ല. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടാകും. ആ ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടാകാം. ഈ ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഒരു പാൽപ്പായസം, ഈ പാൽപ്പായസം രോഹിണി നക്ഷത്രത്തിൻ്റെ അന്ന് നടത്തുക. എന്നിട്ട് ഈ ഒരു പായസം നമ്മൾ മേടിക്കരുത്. കാരണം രക്ഷസിൻ്റെ പായസങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ പേർക്ക് ഇത് നടത്തുക. അതായത് 3 മാസം അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ വീടിനോടടുത്തുള്ള ക്ഷേത്രമായിരിക്കണം, തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമുക്കിത് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാൽപ്പായസം രക്ഷസിന് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഹിണി നക്ഷത്രക്കാരുടെ ശത്രുക്കൾ ആരൊക്കെയാണ് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ദൈവാനുഗ്രഹത്തിലോടുകൂടെ തന്നെ. രക്ഷസിന് എന്താ പാൽപ്പായസം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിക്ക് ഉടയനാണ് രക്ഷസ്. ശത്രു സംഹാരമായ ദോഷങ്ങളും ശത്രുവിനെ കാണിച്ചു തരാനും രക്ഷസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് രോഹിണി നക്ഷത്രക്കാർ ഈ രോഹിണി നക്ഷത്രത്തിൽ തന്നെ കഴിവതും ചെയ്യുക. 3 എണ്ണം ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രുദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി രക്തഹാരമാല, ഈ രക്തഹാരമാല ഉദ്ദേശിക്കുന്ന ചുമന്ന പൂക്കൾ കിട്ടിയ മാലയാണ്. ചെമ്പരത്തിയാകാം, മുളക് ചെമ്പരത്തിയാകാം. അങ്ങനെ മാല ദേവീക്ഷേത്രത്തിലൂടെ സമർപ്പിക്കുക രോഹിണി നക്ഷത്രത്തിൻ്റെ അന്ന്. അപ്പോൾ ശത്രുക്കളെ ഏകദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഇത് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുമ്പോഴത്തേക്ക് നാളെ ഒരു സമയത്ത് നമുക്ക് ആ ആൾക്കാരെ അത് കണ്ട് നിന്നാൽ പോരെ, അല്ലേ?
അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷങ്ങൾ വളരെ കൂടുതലാണ്. പരിസരവാസികളെക്കാട്ടിയും കൂടുതൽ നിൽക്കുന്ന ബന്ധുക്കാരും അടുത്തിടപെടുന്ന ആൾക്കാരാണ്. നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് മാറി നിന്ന് വേറെ ഒരാളോട് കുറ്റം പറയുന്ന ആൾക്കാരാണ് രോഹിണി നക്ഷത്രം ചുറ്റുമുള്ളത്. അപ്പം പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും മറ്റുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് രോഹിണി നക്ഷത്രത്തിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. രോഹിണി നക്ഷത്രത്തിൽ ജോലിപരമായോ ഇല്ലെങ്കിൽ സമ്പത്ത്പരമായോ ഇല്ലെങ്കിൽ വിവാഹപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.